ഹാപ്പി ജേണി എന്ന് പറയുന്നത് ഇതൊരു നമ്മുടെ എല്ലാവരുടെയും ജേണി ഹാപ്പി തന്നെയാണ് അല്ലേ. അതിനെ ഹാപ്പി ആക്കുന്ന മൊമെൻറ്റ്സ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജേണി ഹാപ്പിയാവും. എന്ന് പറയുന്നത് പോലെ ആരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബ്ലൈൻഡാണ്. ബ്ലൈൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഹാപ്പി അല്ലാത്ത ലൈഫാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിട്ടുള്ളത്. കാരണം ബ്ലൈൻഡായിട്ടുള്ളൊരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖത്ത് വരുന്നൊരു ഭാവമുണ്ട്, സഹതാപം. അങ്ങനെ ഞാൻ ആരെയും പരിചയപ്പെട്ടപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എനിക്കങ്ങനെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അവരുടെ ഒരു ലോകം. അങ്ങനെ ജീവിതത്തെ കാണുന്നവരുണ്ട്. അവർ ഞങ്ങൾക്ക് എന്താ ഒന്നും കണ്ടില്ലെങ്കിലും എന്താ, ഞങ്ങൾ 4 ഇന്ദ്രിയങ്ങളും ഞങ്ങൾ അതിനേക്കാൾ ഷാർപ്പാക്കിയാണ് ഞങ്ങൾ വെച്ചേക്കണം. നമുക്ക് 5 ഇന്ദ്രിയങ്ങളും നമുക്ക് ഷാർപ്പ് ആണോ എന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ ഷാർപ്പും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവരങ്ങനെയല്ല. അവർ ഓരോന്നിനെ അത് ഓരോരുത്തർ കേട്ടോ. പക്ഷേ ചില ആഗ്രഹമുള്ള ചെറുപ്പക്കാർ, ഈ ആഗ്രഹമുള്ള ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ പറയുന്നതാണ് ഹാപ്പി ജേണി എന്ന് പറയുന്നത്. അവർ നിർഭാഗ്യവശാൽ ബ്ലൈൻഡാണ്. പക്ഷെ ഒരിക്കലും ജീവിതത്തെ അല്ലെങ്കിൽ മുമ്പിൽ ഇരുട്ടാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളല്ല. ആ ഇരുട്ടിലേക്ക് വെളിച്ചം കടന്നു വരാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതാണ് ഈ ഹാപ്പി ജേണി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെല്ലാവരും എല്ലാ കാഴ്ചയും കാണാൻ പറ്റുന്ന ആളുകളാണ്. എല്ലാം നമ്മുടെ മുമ്പിലെല്ലാം വിസിബിളാണ്, നമുക്കെല്ലാം കാണാം. പക്ഷേ ഇതൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള ഭാവത്തിലിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജനങ്ങളെങ്ങനെ ഇയാളെ കാണുന്നു എന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. കാരണം നമ്മൾ എങ്ങനെയൊക്കെ അവരോട് ബിഹേവ് ചെയ്യുന്നു അത്തരത്തിലായിരിക്കും ഞാനും ബ്ലൈൻഡായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുക എന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഹൈദരാബാദ് പോയിരുന്നു. കാരണം ഇവിടെയൊക്കെ ചെയ്തപ്പോൾ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞ് പലമ്പള്ളിനാറി കൂടി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ശരിക്കും ഒരു അണ്ടായി എന്ന് വിളിച്ച് പറയും. അപ്പോൾ അതുകൊണ്ട് ഹൈദരാബാദ് ഭാഗത്ത് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു, ഞാനും ഇതിൻ്റെ റൈറ്റർ ആരോണായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ അത് ബ്ലൈൻഡായിട്ടൊക്കെ ഞാൻ അവിടെ പാർക്കിൽ പോവുകയും എന്താ പറയുക ഒരു ഷോപ്പിംഗ് മാളിൽ പോവുകയൊക്കെ ചെയ്തു. അപ്പം നമ്മളറിയില്ല. അപ്പോൾ ആ ഷോപ്പിൽ അപ്പോൾ അത് അവർ വിശ്വസിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. കാരണം അവരെനിക്ക് ചെയർ തന്നു ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെനിക്ക് ഷർട്ടുകൾ കൊണ്ട് തന്നു. ഏതാ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് ബ്ലാക്ക് നന്നായിട്ട് ചേരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ അടിച്ചു. പിന്നെ ഞാൻ പോയി ഒരു ഷോപ്പിൽ പോയി വാച്ച് മേടിച്ചിരുന്നു. പിന്നെ ഇതുപോലെ വൈകുന്നേരം ഒരു കോഫി ഷോപ്പിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കാപ്പിയൊക്കെ മേടിച്ച് ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അപ്പോൾ സൈഡ് വഴി എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ, വരുൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ സൈഡ് വഴി 2-3 മലയാളി പിള്ളേർ കടന്നു പോകുന്നുണ്ട്. എൻ്റെ അരുൺ പറഞ്ഞു ചേട്ടാ കംപ്ലീറ്റ് പൊളിഞ്ഞു ചേട്ടാ. കാരണം അവർ കണ്ടുപിടിച്ച് ഞാൻ നോർമലായിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അപ്പടിക്കും. പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു ഈ ചേട്ടാ എല്ലാം പൊളിഞ്ഞു ചേട്ടാ. ഞാൻ പറഞ്ഞു ഇവിടെയാണടാ നമ്മൾ ഫുൾ ഇതിലിരിക്കേണ്ടത്, നമ്മൾ മിണ്ടാതിരിക്കുന്നത്, നമുക്ക് നോക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി. അവരിങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലെ ടോയ്ലറ്റിൽ ആ വഴി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മർമറിങ് കേൾക്കാം. ജയസൂര്യാണെന്നേ. അല്ലടാ അവനൊന്നും അല്ല ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ അത് കേട്ടു. ഞാൻ ടോയ്ലറ്റൊക്കെ പോയി തിരിച്ചിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിവിടെ എൻ്റെ അളിയെ ഒരാളെ പോലെ 7 പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ സത്യമുള്ളേ ഇതൊക്കെ ഇരിക്കും. എനിക്ക് അപ്പം ഹാപ്പിയായി. മനസ്സിലാക്കിയില്ല. അപ്പോൾ അത് നമ്മൾ അതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പെരുമാറിയാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരും വിശ്വസിക്കും. ഇതാണ് അഭിനയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വിശ്വസിക്കാനുള്ള മൊമെൻറ്റ്സ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സത്യം. നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇതൊരു റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ഇനി ജനങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇന്നലത്തെ സിനിമയിൽ വരെ ഓടിച്ചാടി നടന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരാൾ പാരലൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കൂ, ഇയാൾ പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റായിട്ട് വിശ്വസിക്കും എന്ന് പറഞ്ഞൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടൊരു ടെൻഷൻസൊക്കെ എനിക്കുണ്ട്. എൻ്റെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ തീരുമാനിക്കട്ടെ. ഞാനൊരു സിനിമയും ഇതെന്നുള്ളതല്ല. നേരത്തെയൊക്കെ ഞാനൊരു സിനിമയെ കണ്ടുകൊണ്ടിരുന്നത് എന്താ പറയുക അത്ര സീരിയസ് ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് സിനിമയും എന്നെ സീരിയസ് ആയിട്ടൊന്നുമല്ല കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇന്ന് ഒരു സിനിമയെ സമീപിക്കുന്നത് അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ്. ഒരു കഥാപാത്രം എനിക്ക് കിട്ടുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു കഥാപാത്രം ലൈഫ് ടൈമിൽ ഒരു തവണ കിട്ടുന്നതാണ്. ഒരു തവണ ആരോൺ ജനിക്കുന്നുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാകാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ ബ്ലൈൻഡായിട്ടുള്ള ഒരുപാട് നല്ല ചെറുപ്പക്കാരെ ഞാൻ കണ്ടുമുട്ടിയിരുന്നു. ഓരോരുത്തരും ഓരോ ബ്ലൈൻഡും പെരുമാറുന്നത് ഓരോരോ തരത്തിലാണ്. ഞാൻ ഫസ്റ്റ് പെണ്ണിനുരിയാടെ പയ്യൻ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഓരോ വ്യക്തികളെ സംസാരിക്കും. ചിലർ ഇങ്ങനെ സംസാരിക്കും, ചിലർ ഇങ്ങനെ സംസാരിക്കും, ചിലർ ഓവറായിട്ട് സംസാരിക്കും. പക്ഷേ സിനിമയ്ക്ക് വേണ്ട ഒരു ഭാഷയുണ്ട്. അത് നമ്മൾ ആ മീറ്ററിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഓവറായി പോയി എന്ന് പറയും.
എന്ന് പറഞ്ഞ പോലെ ബ്ലൈൻഡായിട്ടുള്ള ആളുകൾ നടക്കുന്ന 10 പേര് എടുത്തു കഴിഞ്ഞാൽ 10 പേര് നടക്കുന്നത് 10 രൂപത്തിലാണ്, 10 ഭാവത്തിലാണ്, അല്ലെങ്കിൽ 10 ബോഡി ലാംഗ്വേജിലാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് മാക്സിമം പിടിച്ചിട്ടുള്ളത് രജനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു ബോഡി ലാംഗ്വേജാണ് ഞാൻ ഇതിനകത്ത് പിടിച്ചത്. കാരണം അവൻ്റെ സ്റ്റോറി തന്നെയാണ്, റിയൽ സ്റ്റോറിയാണ് ഒരാളുടെ. കൊല്ലത്തുള്ളൊരു ചെറുപ്പക്കാരനുണ്ട്, ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ വേണ്ടി പോയിട്ട് അവനിന്നും ചായക്കടയിൽ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കളി വരുമ്പോഴത്തേക്ക് അവൻ പോകും, കളിക്കും. പക്ഷേ ഇവരെയൊന്നും ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഈ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീം തന്നെ ഉണ്ടോ എന്ന് ഇന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഈ സിനിമ ജനിക്കുന്നതിന് ഏകദേശം ഒരു 6 മാസം മുമ്പ് വരെ എനിക്കും അറിയില്ലായിരുന്നു ഇങ്ങനൊരു ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീം ഉണ്ടോ എന്നുള്ള കാര്യം പോലും. അപ്പോൾ അവരുടെ ലൈഫ്, പക്ഷേ ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ലൈഫ് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഈ സിനിമയിലൂടെ. ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അവൻ എന്തിനു ഈ സിനിമ ചെയ്തു? അത് ആളുകൾ ചോദിക്കുന്നു. അപ്പോൾ എന്നോട് തന്നെ എത്ര തവണ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യണോ? ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നതിന് എനിക്കുള്ള ഗുണമെന്ത്? സാമ്പത്തികമല്ല ഞാൻ പറയുന്നത്. സാമ്പത്തികമൊക്കെ ഒരു പരിധി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എക്സൈറ്റ് ചെയ്യിക്കില്ല. പക്ഷേ ഇതിപ്പോൾ അതല്ല, കഥാപാത്രങ്ങൾ തന്നെയാണ് എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ആരോൺ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു പത്രത്തിലൊരു കട്ട് കണ്ടു, ഒരു ബ്ലൈൻഡായിട്ടുള്ള ചെറുപ്പക്കാരൻ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ വേണ്ടി പോയി, അവനിപ്പോൾ ചായക്കടയിൽ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും കൈയടിക്കുന്നതും സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും കൈയടിക്കുന്നതൊക്കെ CCL കാണാനും മാത്രമേ നമ്മൾ ഇരിക്കുകയുള്ളൂ കുറച്ച് നേരം. പക്ഷേ ബ്ലൈൻഡായിട്ടുള്ള ക്രിക്കറ്റ് ടീമിന് അവരെ പ്രോത്സാഹിപ്പിക്കാനോ ആ കളി കാണാനോ ആരുമില്ല എന്നുള്ളതാണ് സത്യം. അവരെ സ്പോൺസർ ചെയ്യാൻ പോലും, ഇതിപ്പോൾ തൃശ്ശൂർ കുന്നംകുളത്ത് ഒരു ബ്ലൈൻഡായിട്ടുള്ള ക്രിക്കറ്റിൻ്റെ ടീമിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവർ സ്പോൺസർഷിപ്പ് ആരും കിട്ടിയില്ല, ഞാനാണ് സ്പോൺസർ ചെയ്ത പ്രോഗ്രാം. അപ്പോൾ അതായത് അപ്പോൾ അങ്ങനെയുള്ള ചെറുപ്പക്കാരും കൂടി എനിക്ക് തോന്നുന്നു സർക്കാരൊന്ന് അവരുടെ മുമ്പിലേക്കും കൂടി ഒന്ന് തുറക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കണ്ണുള്ളവൻ കളിക്കുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് കണ്ണില്ലാത്തവൻ കളിക്കുന്നത്, അല്ലേ? അതിൻ്റെ ഒരു പെയിൻ, ആ പെയിനുള്ള ഗെയിൻ അവർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം.